Good afternoon, everybody. Our second 10th batch, 9 students. You are about to leave the school in a couple of months. കണ്ണ് നിറയണോ, കരയണോ, സംസാരിക്കണോ? I don't know what to do. But really, നിങ്ങളുടെ ഓരോരുത്തരുടെയും the past 3 years, 4 years, or 5 years, maybe more than that, in our school with you, it was a really blessed time. I can notice the change that has made on each one of you for the past years. ഓരോരുത്തരെ കുറിച്ച് കാര്യമായി പറയാനുണ്ട്. Let me start with Altaf. Altaf ഒരു മാന്യനാണ്. ഒരു തെരുവിലേക്ക് പോകാത്ത, ഓവർ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത, പഠിക്കുന്ന നല്ലൊരു കുട്ടിയാണ്. അല്ലേ? അത് തന്നെ തുടരുക. അത് നാം തന്നെ സർട്ടിഫൈ ചെയ്യും. About heaven, I think while he was in 6th or 7th, ഈ വർഷത്തെ ഔട്ട്ഗോയിങ് സ്റ്റുഡൻസിൽ എന്നല്ല സ്കൂളിലെ ഏറ്റവും നല്ല സ്റ്റുഡന്റ് എന്ന അവാർഡ് നേടിയാണ് ഹെവൻ ഈ വർഷം സ്കൂളിൽ പോകുന്നത്. ഏറ്റവും നല്ല നിലവാരത്തിലുള്ള വളർച്ച അവരുടെ പഠന നിലവാരത്തിൽ കാണാൻ കഴിഞ്ഞു. നല്ല സൽസ്വഭാവിയാണ്, കരികടപ്പനിക്കൊന്നുമില്ല, നല്ല കുട്ടിയാണ്, എല്ലാ ഭാവങ്ങളും നേടുന്നു. ആരാധ്യ ആ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കുഞ്ഞുമാവയോടാണ് അല്ലേ? ഓക്കെ, വളരെ സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് സങ്കടപ്പെടും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് സന്തോഷിക്കും ഒക്കെ ചെയ്യുന്ന ആരാധ്യ. 2-3 days before I talked with her, her ambition is to become a doctor. ആ അംബിഷനിലേക്ക് എത്താൻ കുറച്ചധികം മുറുക്ക പിടിച്ചെങ്കിൽ നിനക്കാവുള്ളൂ. മാക്സിമം ഇനിയുള്ള ദിവസങ്ങൾ എഫേർട്ട് കൊടുക്കണം. അതിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ പറയാനുള്ള ഒരാളാണ് ഹലീമ. ഹലീമ came to True Light on 5th class. വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് അവരുടെ പഠന നിലവാരം ഉയർത്തുവാൻ, മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് കാര്യങ്ങളെ കൊണ്ട് കഴിഞ്ഞു. റിയലി അപ്രീഷിയേറ്റ് ചെയ്യും. മുമ്പേ ഒരാളെ കുറിച്ച് ഏറ്റവും കുഞ്ഞാവയാണെന്ന് പറഞ്ഞത് അവരുടെ വലിപ്പം കൊണ്ടായിരുന്നു കുഞ്ഞാവ പറഞ്ഞത്. ഇവിടെ മനസ്സുകൊണ്ട് കുറെ കുഞ്ഞാവയായി എടുത്തിട്ടുണ്ട്. അവ കുഞ്ഞാവയായിട്ട് എപ്പോഴും ബിഹേവ് ചെയ്യാനാണ്. ഹി ലൈക്ക് ടു ബി ലൈക്ക് ദാറ്റ്. അവൻ അങ്ങനെ ആകാനാണ് അവൻ ഇഷ്ടം. എല്ലാ ഭാവങ്ങളും നേരുന്നു. നല്ല ഉയർച്ച ഉണ്ടാകട്ടെ. എനിക്ക് തോന്നുന്നു യു ആർ പ്ലാനിങ് ടു ഗോ ഗോവ ആഫ്റ്റർ 10th, റൈറ്റ്? ഓക്കെ, ഗോവയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്, മനസ്സിലാകുന്നത്. എല്ലാ ഭാവങ്ങളും നേരുന്നു. അർജുനെ എന്നെ ഉണ്ടടാ, ഈ 10ാം ക്ലാസ് ഇവിടുന്ന് പോയി കഴിഞ്ഞാലും തിരിച്ച് ഈ സ്കൂളിൽ തന്നെ എന്തെങ്കിലും ഒരു ജോലിയായിട്ട് മടങ്ങി വരണമെന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് അർജുൻ. അവൻ്റെ സിൻസിയറിറ്റി, അവൻ്റെ ആത്മാർത്ഥതയും, എസ്പെഷ്യലി ഹിസ് ഡെഡിക്കേഷൻ ടു സ്റ്റഡി. അവന് പഠിച്ച് ഏറ്റവും മുൻപിലെത്താനോ ഒന്നാമതോ ഫസ്റ്റോ സെക്കൻഡോ എത്താൻ അവനെ കൊണ്ട് പറ്റിയിട്ടില്ല. പക്ഷേ he used to come school by 7:50 or 8 o'clock every day. എല്ലാ ദിവസവും മോർണിംഗ് ക്ലാസ് ഇല്ലെങ്കിലും അവൻ ആ ടൈമിലൂടെ എത്തും. നിശ്ചയമായും നിന്റെ പങ്ക്ച്വാലിറ്റി തന്നെ നിന്റെ ജീവിതത്തിൽ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. റിയലി അപ്രീഷിയേറ്റ്. വീട്ടിലെ ഓമനക്കുട്ടനാണ് ഹരിനന്ദ്. സ്കൂളിൽ നമ്മുടെ മുൻ വർഷങ്ങളിൽ എനിക്ക് തോന്നുന്നു 6ൽ പഠിക്കുമ്പോൾ 7ൽ പഠിക്കുമ്പോഴാണ് ഹെഡ് ബോയ് ആയത്. 5ൽ തന്നെ ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മുടെ ഹെഡ് ബോയ് ആയിരുന്നു ഹരിനന്ദ്. പഠിക്കാൻ നല്ല പഠിക്കുക, നല്ല ഉന്നത നിലവാരത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ആതിര, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞാണ് ആതിര. നല്ല സൽസ്വഭാവിയായ ഒരു കുഞ്ഞ്, സ്പെഷ്യലി നല്ല പക്വതയുള്ള ഒരു കുഞ്ഞ്. നിങ്ങളിൽ 9 പേരിലും ഏറ്റവും പക്വതയുള്ള കുട്ടിയെന്ന് ഞാൻ വേണമെങ്കിൽ എടുത്തു പറയാം. മാതിരി അത്രയും പക്വതയുള്ള ഒരു കുട്ടി, ഓരോ കാര്യങ്ങളും വളരെ പക്വതയോടെ ചെയ്യുന്നു.
ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഡെൽവിൻ ഓട്ടംതുള്ളലായിട്ടും ടീച്ചേഴ്സ് ഡേയിലെ മാഷായിട്ടുമൊക്കെ നമ്മുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും അവസാനം ആനുവൽ ഡേയിലെ പ്രസംഗത്തിൽ ഞാൻ അതുക്കും മീതയാണെന്ന്, നമ്മുടെ എല്ലാ എക്സ്പെക്ടേഷനും മീതയാണ് എന്ന് തെളിയിച്ച വ്യക്തിത്വം ഡെൽവിൻ. എല്ലാ ഭാവങ്ങളും എല്ലാ വിരുമ്പുന്ന ഹൃദയം തുള്ളുന്ന സന്തോഷത്തോടെ ആയിരിക്കും ഓരോ അറിവും മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഓരോ പൊസിഷനിൽ എത്താൻ കഴിഞ്ഞു, ഓരോ സ്ഥാനങ്ങളിൽ എത്തി. നിങ്ങൾ നല്ലൊരു മനുഷ്യനായി, നല്ലൊരു പുരുഷനായി, നല്ലൊരു സ്ത്രീയായി, സമൂഹത്തിന് പ്രയോജനമുള്ള ഒരാളായി എന്ന് കാണാൻ കഴിയുന്നതാണ് ടീച്ചേഴ്സായ, അധ്യാപകരായ ഞങ്ങളുടെ ജീവിതത്തിന്റെ സാഫല്യം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അർത്ഥം കണ്ടെത്തുന്ന അതിലാണ്, അല്ലാതെ ഇവിടെ നടക്കുന്ന ഒന്നിലുമല്ല. ഞങ്ങൾ പഠിപ്പിച്ചു വിട്ട മക്കൾ അവരുടെ ജീവിതത്തിൽ അവർ ഉന്നത സ്ഥലങ്ങളിലെത്തി, അവരുടെ ജീവിതത്തിൽ അവർ നേടാവുന്നത് നേടി, അവരെ കൊണ്ട് സമൂഹത്തിന് വലിയൊരു നേട്ടമായി മാറുന്ന പൊസിഷനിലേക്ക് അവരെത്തി. ആ രീതിയിൽ അവർ എത്തപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത്. ഓരോരുത്തരെയും എടുത്തെടുത്ത് അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. Now, as we gather here today, we remember the good times, the laughter and the memories we have shared together. So, I welcome Preeta Miss to share her memory with us. Good afternoon, everybody. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കുട്ടികൾ അവസാന നവംബർ മാസത്തോടു കൂടിയാണ് കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ കൂടെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത് സ്കൂളിന്റെ ഭാഗമായിട്ട്. പക്ഷേ ഇവരെ അന്ന് മുതലേ എൻ്റെ കൈകളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരെല്ലാവരും എല്ലാ കഴിവുകളുമുള്ള നല്ല മക്കളാണ്. 9 പേരും ഒരുപോലെ എല്ലാ കഴിവുകളുമുള്ള നല്ല മക്കളാണ്. ചിലർ അത് പ്രയോജനപ്പെടുത്തുന്നു, മറ്റു ചിലർ അത് പ്രയോജനപ്പെടുത്താതെ ഇരിക്കുന്നു. അതാണ് ഇവരിൽ എനിക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ ഈ സ്കൂളിൽ ഒരു വൃക്ഷമാണിത്. ആ വൃക്ഷത്തിൻ്റെ ചില്ലയിൽ കൂടുകൂട്ടിയിരിക്കുന്ന കിളികളാണ് നമ്മൾ ഓരോരുത്തരും. ആ കിളികളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം കുറച്ച് മുതിർന്നവരായ മറ്റ് ടീച്ചർമാർ അത് ഏറ്റെടുത്തു എന്ന ദൗത്യം മാത്രമാണ് നമ്മൾ നിർവഹിക്കുന്നത്. നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും പഠനകാര്യത്തിലും മറ്റു കാര്യങ്ങളിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ളത് നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ ആ കൂടുകൂട്ടിയിരിക്കുന്ന ചില്ലകളിൽ നിന്ന് സ്വതന്ത്രമായ ഒരു ആകാശത്തേക്ക്, ഈ ആധുനിക സജ്ജീകരണങ്ങളുള്ള ഒരു ലോകത്തേക്കാണ് നിങ്ങൾ എല്ലാവരും പോകുന്നത്. ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ നിങ്ങളെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് വിജയവും പരാജയവും ഉണ്ടാകാം. അതിനിടയിൽ എല്ലാം എപ്പോഴും വിജയം മാത്രം നമ്മൾ ആഗ്രഹിച്ച പോരാ, പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്ന് കരുതി അത് വീണ്ടും ധീരമായി അതിനെ നേരിടുക. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും വിജയത്തിലേക്ക്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതിന് എല്ലാവരും നല്ല ഒരു പരീക്ഷ എഴുതി നല്ല രീതിയിലുള്ള വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട്. I don't have any much experience with class 10th students, but I know one thing: they are the best students, they are the disciplined students, they are the models of Pune English School. That I felt in the few months. Now officially your travel through Pune English School is going to finish today, officially. But your travel is not going to finish here. Now you have to take another road. Just like Sweetest and saddest goodbye. 2 വർഷത്തോളം നിങ്ങൾ ക്ലാസ് ടീച്ചറായിരിക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. സാറല്ലാതെ എനിക്ക് പറഞ്ഞിട്ട് വീണ്ടും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ 9 പേരും ടൂറിലെ റിയൽ ജെയിംസ് ആയിരുന്നു. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. എല്ലാവരും ഇപ്പം ഒരുപാട് മെമ്മറീസ് ഷെയർ ചെയ്യാൻ സാധിച്ചു. ശരിക്കും വീട് പറയായിരുന്നു, നമ്മൾ 9 പേരല്ല, ശരിക്കും 10 പേര് ആണ്. ഞങ്ങൾക്ക് 10 പേരാണ്. ശരിക്കും ആ ഒരു 10 പേര് ഒറ്റക്കെട്ടായിട്ട് തന്നെ ഈ 2 വർഷം ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമാണ് നിങ്ങൾ ടൂറിൽ സ്കൂളിൽ ചെലവഴിച്ചത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് മെമ്മറീസ്, ഒരുമിച്ച് ചെലവഴിച്ച ഒരുപാട് മെമ്മറീസ് ഞങ്ങോട്ട് ഓർക്കാനും
സ്വീറ്റസ്റ്റ് ആയിട്ട് ഒത്തിരി മെമ്മറീസ് സമ്മാനിച്ചതിന് നിങ്ങൾക്ക് താങ്ക്സ്. അതുപോലെ നിങ്ങളുടെ ഭാവിയിൽ ഏറ്റവും സ്നേഹത്തോടെ എന്നും ഒരുപാട് നല്ല കാര്യം സംഭവിക്കട്ടെ. ഭാവിയിലും ടൂറിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ വാല്യൂസ് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ലൈഫിൽ എല്ലായിടത്തും എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ആശംസിച്ചു. എന്നും എല്ലായ്പ്പോഴും നാട്ടിലുണ്ടാവും. ഒരുപാട് മിസ് ചെയ്യും. താങ്ക് യു ആൻഡ് ബെസ്റ്റ് വിഷസ്. രണ്ടാമത്തെ മാച്ച് ഇറങ്ങുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി എന്തെങ്കിലും പറയേണ്ടത് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ തന്ന അനുഭവങ്ങൾ അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. എന്ത് സമ്പാദിച്ചു എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. നിങ്ങൾ കുട്ടികൾ ഓരോരാളും തന്നെ കണ്ടാൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ളൊരു ബന്ധം നമ്മളുടെ ഇടയിലുണ്ട്. അപ്പം നമ്മൾ അതുപോലെയുള്ള സ്നേഹം, കരുതൽ, അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം എവിടെ പോയാലും സ്റ്റാർ ആവുക, ഏറ്റവും ടോപ്പിലാവുക, അല്ലേ? എവിടെ പോയാലും ആ ഒരു മനോധൈര്യവും ആ കഴിവും ഒന്നും കൈവിടാതെ എന്തെടുത്തോ അതിൽ ഏറ്റവും ബെസ്റ്റ് ആവുക എന്നുള്ളതിനപ്പുറം തല പോയാലും കുഴപ്പമില്ല, അതിൽ സ്റ്റാർ ആയി തീരുക. അതിലുപരി നല്ല വ്യക്തിത്വമുള്ള നല്ല ഒരു മനുഷ്യനാവുക എന്നുള്ളതാണ് നമ്മുടെ ട്രൂ ലൈഫിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് തന്നെ അതാണ്. എല്ലാ കുട്ടികളും നല്ല സ്വഭാവമുള്ള കുട്ടികളാണ്, അല്ലെ? ഏത് ക്ലാസ്സിൽ പോയി നോക്കിക്കോ, ഒരാൾ ഒരു മോശ സ്വഭാവമുള്ള കുട്ടികളാണ്, അല്ലെ? എല്ലാവരും നല്ല കുട്ടികളാണ്. അതുപോലെ നല്ല മനസ്സിലുടമകൾ, നല്ല വ്യക്തിത്വമുള്ള ഈ ലോകത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന കുട്ടികളായിരിക്കും നിങ്ങൾ. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായി 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുക. നമ്മുടെ ട്രൂ ലൈഫിന്റെ നമ്മളും ഇതേ പാതയിൽ കടന്നു വന്നവരാണ്. ഒരുപാട് മധുരമായതും കൈപ്പേറിയതുമായ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അതിൽ മധുരമായത് മാത്രം കൊണ്ടുപോകണമെന്ന് പറയുന്നില്ല. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ സ്കൂളിലും. ഇനി മുന്നോട്ട് നിങ്ങൾ പഠനത്തിനുള്ള ഒരു ഒരു ലൈഫിൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എത്തിയതേ ഉള്ളൂ. ഇനി ഒരുപാട് സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് കയറാനുണ്ട്. അപ്പം ഈ സ്റ്റെപ്പിൽ നിങ്ങൾ പഠിച്ചതും ഇനി മുന്നോട്ട് വരുമ്പോൾ എന്തൊക്കെ ഇതിൽ നിന്ന് എടുക്കണം അതൊക്കെ നിങ്ങൾ എടുത്ത് നല്ല കുട്ടികളായി നല്ല നമ്മുടെ ഈ ട്രൂ ലൈഫിന് അഭിമാനമായി ഓരോ കുട്ടികളും. എനിക്ക് 4-5 മാസത്തെ പരിചയമുള്ളൂ, എങ്കിൽ കൂടി ഞാൻ എഴുതി പോയാൽ പറയാറുണ്ട് 10th-കാരെ ബെസ്റ്റ് കുട്ടികളാണ്. അതുപോലെ മുന്നോട്ട് നിങ്ങൾ അതുപോലെ തന്നെ ആയി നല്ല കുട്ടികളായി മുന്നോട്ട് വളരട്ടെ. വളരെ കുറച്ച് നാട്ടിൽ പരിചയം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. പക്ഷേ ഈ കുറച്ച് കാലഘട്ടത്തിനുള്ളിൽ തന്നെ വളരെ നല്ല മെമ്മറീസ് ഷെയർ ചെയ്യാൻ സാധിച്ചു. ഞാൻ 3-4 പേരെ നോക്കി വെച്ചിട്ടുണ്ട്. ഏവണ് കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏവണ് മേടിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലെ ഒരു സ്റ്റേജ് മാത്രമാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. ഇനി മുൻപോട്ടേക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളും നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എപ്പോഴും ഈ ഒരു സുഹൃത്ത് ബന്ധം അറിയാതെ സൂക്ഷിക്കുക. നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഒപ്പം തന്നെ ഞങ്ങളെ ഓർക്കുക, വരിക, കാണുക. ഇനി മുൻപോട്ടേക്കുള്ള എല്ലാ സ്റ്റേജുകളിലും എല്ലാവരോടും അതേ പറയാനുള്ളൂ. നന്നായിട്ട് പഠിക്കുക, നല്ല ഉന്നതങ്ങളിലെത്തുക. എല്ലാവരുടെ ആശംസകളും എല്ലാവരോടും. എല്ലാവിധ വിദ്യാഭ്യാസങ്ങളും നേടുന്നു. കുട്ടികളും നല്ല ഉയർച്ചയിലേക്ക്.
കാറ്റേ കൂടലേ കൂട്ടിനകത്ത് കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുക്കാനായി. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനിപ്പോൾ ഒരു 4 വർഷമായി ഇങ്ങോട്ട് വന്നിട്ട്. അതിനുശേഷം ഞങ്ങൾ 9 പേരും 9ാം ക്ലാസ്സിലെത്തിയപ്പോഴത്തേന് എല്ലാവരും അടിച്ചു പൊളിയായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ ഡ്രൈവർ അങ്ങനെ എത്തിച്ചേട്ടൻ. എല്ലാവരും എനിക്ക് എപ്പോഴും സഹായിച്ചിട്ടേ ഉള്ളൂ. അതുപോലെ അൻസാർ എന്ന് പറയുന്നത് ഞാൻ 4 വർഷമായി ഇവിടെയെങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ എനിക്ക് കടപ്പാടുള്ളത് സാറിനോട് മാത്രമാണ്. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം തന്നെയാണ് അൻസാർ വരുത്തിയേക്കുന്നത്. പിന്നെ ജോബിയ മിസ് ഞങ്ങളുടെ കൂടെ 2 വർഷം ഉണ്ടായിരുന്നു. സ്വന്തം ക്ലാസ് ടീച്ചറായിട്ട്. സോഷ്യൽ മിസ് നമ്മുടെ ചിത്ര മിസ് എപ്പോഴും അടിച്ചു പൊളിയായിരുന്നു. ശരണ്യ മിസ് കഴിഞ്ഞ വർഷമാണ് മിസ് വന്നത്. അതുപോലെ സോമ്യ മിസ് പെട്ടെന്നായിരുന്നു ഞങ്ങൾ കൂട്ടായത്. ഞാനിവിടെ വന്നിട്ട് 3 വർഷം ആയി. അപ്പം ആദ്യം തന്നെ കൂട്ടായത് ഹരിയോടാണ്. പിന്നെ മഞ്ജുമ്മ, അജിസാറ്, അങ്ങനെ കുറേ ആൾക്കാരോട് ഞാൻ കൂട്ടായി. പിന്നെ ഇപ്പം വന്ന എല്ലാ ടീച്ചറോടും എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. നിങ്ങളൊരാളെ ഞാൻ മറക്കത്തില്ല. ഒരുപാട് മിസ് ചെയ്യും. ഡ്രൈവേഴ്സിനായാലും എല്ലാവരായാലും ഒരുപാട് മിസ് ചെയ്യും. പിന്നെ നമ്മുടെ സീനിയേഴ്സ് അവരൊരുപാട് മിസ് ചെയ്യും, എപ്പോഴും മിസ് ചെയ്യും. 10ലെ പാത്തു മറ്റുള്ളവരെ ഉപദേശിച്ച് പലതവണ കുഴിയിൽ ചാടിക്കാൻ ഇഷ്ടമുള്ളവർ. കാണുമ്പോൾ സൈലന്റ് ആണെങ്കിലും അവസരം കിട്ടിയാൽ വയലന്റ് ആവുന്നു. ലെറ്റ്സ് വെൽക്കം ഹലിമ ടു ദി സ്റ്റേജ്. അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിനോടും ഇവിടെ ഇരിക്കുന്ന 10ാം ക്ലാസ്സിലെ കുട്ടികളോടും അതുപോലെ തന്നെ നമുക്ക് ഫേവർ തന്ന 9ാം ക്ലാസ്സിലെ കുട്ടികളോടും വളരെയധികം നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ടീച്ചേഴ്സിനോട് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു നിലയിലേക്ക് എത്തിച്ച ടീച്ചേഴ്സിന് വളരെയധികം നന്ദി. പ്രത്യേകിച്ച് അജിസാർ എന്നെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത് തന്നെ അജിസാറാണ്. അജിസാറിൻ്റെ ഒറ്റ കൈ കൊണ്ടാണ് ഞാൻ ഈ ഒരു നിലയിലേക്ക് എത്തിയത്. അതുകൊണ്ട് അജിസാറിന് നല്ല നന്ദിയാണ് ഞാൻ പറയുന്നത്. താങ്ക് യു. താങ്ക് യു ഹലീമ. അടുത്തായിട്ട് നൃത്തം അതൊരു കലയാണ്. ആ കലയെ കൗതുകമാക്കി മാറ്റിയ പയ്യൻ ഏതൊരു കാര്യം പറഞ്ഞാലും അത് പൂർണ്ണ ആത്മാർത്ഥതയോടെ ചെയ്യുകയും മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ നല്ല കഴിവുള്ള നമ്മുടെ സ്വന്തം ഹരിയേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. വെൽക്കം ഹരിജൻ ടു ദി സ്റ്റേജ്. ഹരിക്ക് ഫോട്ടോ എടുക്കാൻ തിരക്കിയതിനു ശേഷം ഇനിയുള്ള സമയം ഹരിക്ക് ഈ സ്കൂളിൽ നിന്നുണ്ടായ മെമ്മറീസ് ഷെയർ ചെയ്യാവുന്നതാണ്. പണ്ട് 2019 ഞാൻ ഫസ്റ്റ് സ്കൂളിൽ വരുമ്പോൾ ഞാൻ ഫസ്റ്റ് സാറിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് നേരിട്ടിങ്ങനെ കാണുന്നത് മുമ്പിൽ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റെ ഒരു അമ്പരപ്പും അന്താളിപ്പും അന്നും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ സാറിൻ്റെ ഫ്രണ്ട് ആയിരുന്നു ആദ്യം വന്നപ്പോൾ തന്നെ. പിന്നെ അമ്മയുടെ ടീച്ചർ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒപ്പിച്ച് പോയി. സാറിൻ്റെ സപ്പോർട്ടാണ്, എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ എന്ത് കാര്യം പറഞ്ഞാലും ഒരു മടി കൂടാതെ എല്ലാം നടത്തി തരുന്ന ആയിരുന്നു. നമ്മൾ പഠനത്തിനായാലും അല്ല വിനോദത്തിനായാലും സാർ എല്ലാത്തിനും ഫുൾ സപ്പോർട്ടാണ്. പിന്നത്തെ താര പറയുമ്പോൾ നമ്മൾ പ്രിൻസിപ്പാളിനുള്ളതാണ്. പ്രീതാങ്സ് വന്നിട്ട് 1 വർഷം 1/2 മാസമായിരുന്നു.
മിസ് വന്നപ്പോൾ തന്നെ ഞാൻ വെച്ച് മിസ് കുറച്ച് കോളേജ് ടീച്ചറിനെ കുറച്ച് ടെററായിരിക്കുന്ന വിചാരിച്ചിട്ട്. ബട്ട് മിസ് ഫ്രണ്ട്ലിയാണ്. ചില കാര്യം ടെററാവുമെങ്കിലും ഇത് പാവാണ്, പഠിപ്പിക്കാനായാലും എല്ലാത്തിനും മിസ് ഫ്രണ്ട്ലിയാണ്. പിന്നെ നമ്മുടെ ക്ലാസ് ടീച്ചർ ജോബി മിസ്. ഞാൻ ജോബി മിസ് അറിഞ്ഞു തുടങ്ങിയത് എൻ്റെ അമ്മയിലൂടെയാണ്. എല്ലാവരും പോലെ എൻ്റെ അമ്മേനെ കാണാൻ മിസ്സിനെ പോലെ പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ മിസ് ക്ലാസ് ടീച്ചറായി പോയി. പിന്നെ കഴിഞ്ഞ ഒരു ക്ലാസ് ടീച്ചർ മിസ്സിനോട് പറയുകയാണെങ്കിൽ മിസ് എല്ലാ കാര്യത്തിലും സപ്പോർട്ടുമാണ്. അതുപോലെ തന്നെ അടിക്കാണെങ്കിൽ അടി. പിന്നെ ശിവു സാറിനൊക്കെ അധികം അറിയില്ലെങ്കിലും ഞാൻ അറിഞ്ഞ ഭാഗത്ത് സാർ നല്ല ഫ്രണ്ട്ലിയാണ്. പിന്നെ നമ്മുടെ ക്ലാസ് ടീച്ചർ ജോബി മിസ്. ഞാൻ ജോബി മിസ് അറിഞ്ഞു തുടങ്ങിയത് എൻ്റെ അമ്മയിലൂടെയാണ്. എല്ലാവരും പോലെ എൻ്റെ അമ്മേനെ കാണാൻ മിസ്സിനെ പോലെ പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ മിസ് ക്ലാസ് ടീച്ചറായി പോയി. പിന്നെ കഴിഞ്ഞ ഒരു ക്ലാസ് ടീച്ചർ മിസ്സിനോട് പറയുകയാണെങ്കിൽ മിസ് എല്ലാ കാര്യത്തിലും സപ്പോർട്ടുമാണ്. അതുപോലെ തന്നെ അടിക്കാണെങ്കിൽ അടി. എല്ലാത്തും അങ്ങനെയാണ്. മിസ്സിനാണ് മിസ് ചെയ്യും. ഒറ്റ സങ്കടം മധുസാറിനെ ഇവിടെ കാണാൻ പറ്റിയില്ല, ഐശ്വര്യ മിസ് ഇവിടെ ഇല്ല. എന്തുകൊണ്ട്? അവരും നല്ല സപ്പോർട്ടാണ്, എല്ലാ കാര്യത്തിലായാലും സപ്പോർട്ടാണ്. നിങ്ങളോട് പറയുന്നത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കണം, അല്ലെങ്കിൽ കണ്ടാൽ മൈൻഡാക്കണം. എന്താ മൈൻഡാക്കണം വിചാരിക്കുന്നു. Let's welcome Alan Penny Matthew to the stage. ആദ്യം തന്നെ ഈ നയനത്തിനോട് നന്ദി പറയുന്നു. എൻ്റെ ഈ ഇത്രയും നല്ല നല്ല സ്വഭാവ സവിശേഷതകൾ നന്നായി മനസ്സിലാക്കി നന്നായി അവതരിപ്പിച്ച ലക്ഷ്മിപ്രിയക്ക് നന്ദി പറയുന്നു. വളരെ നന്ദിയുണ്ടേ. പിന്നെ ഞാൻ എവിടെ വന്നത് 7th-ലായിരുന്നു. 7th ഒരു ലാസ്റ്റ് ഇയർ ആയിരുന്നു. പറയാനാണെങ്കിൽ കുറേ പറയാനുണ്ട്. സാറ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. 8ന്റെ പണിയാണെങ്കിൽ 8ന്റെ പണിയിലും കൂട്ടുവയ്ക്കും. ഇനിയിപ്പം ആർക്കും പണിയാനാണെങ്കിൽ അതിനും കൂട്ടുവയ്ക്കും. ഇനിയിപ്പോൾ നല്ല വൈപടിക്കാനാണെങ്കിൽ അതിനും കൂട്ടുവയ്ക്കും. പിന്നെ എൻ്റെ സ്വന്തം ഫാദറിനെ പോലെ ആയിരുന്നു കേട്ടോ. നല്ല നല്ല തോട്ട്സ് തരും, നല്ല നല്ല മാർഗനിർദ്ദേശം തരും. അതിനെല്ലാം ഒരുപാട് നന്ദി പറയാൻ സാധിക്കും. പിന്നെ ഇവരെന്ന് പറയുമ്പോൾ ഇവരോട് കൂടെ കുറേ നാള് എൻജോയ് ചെയ്തു. കുറേ നല്ല നല്ല ഓർമ്മ ഉണ്ടായിരുന്നു. അവരായിട്ട് ശരിക്കും 10th എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പല കൂട്ടുകാരും പറഞ്ഞനുസരിച്ച് വേറെ പല കൂട്ടുകാരും പറഞ്ഞനുസരിച്ച് 10th ആയിരുന്നു അവരുടെ ഏറ്റവും ബെസ്റ്റ് ലൈഫ് എന്നാണ്. എനിക്കും ഇപ്പോൾ അത് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇവരുടെ കൂടെയൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തു. ട്രാജഡി, കോമഡി പലതരത്തിലെ ലൈഫ് ഒരു സിംഗ് പോലെ സൂപ്പറായിരുന്നു ലൈഫ്. മഞ്ജു മിസ് സ്കൂളിലോട്ട് വന്നപ്പോൾ തന്നെ ആദ്യം മഞ്ജു മിസ്സിനെ കേട്ടോ കുറച്ചുകൂടെ പരിചയപ്പെട്ടത്. പിന്നെ എന്തെങ്കിലും ഒരു പഠിത്തത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വഭാവത്തിലോ ഒരു ഇടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചു പോക്കാൻ മഞ്ജു മിസ് ഉണ്ടാവും. മഞ്ജു മിസ് ശരിക്കും അത്യാവശ്യം പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇടയ്ക്ക് പരീക്ഷയ്ക്കൊക്കെ ആയാലും കുറച്ച് മാറ്റം കുറഞ്ഞപ്പോൾ മഞ്ജു മിസ് വന്നു, നല്ല നല്ല തോട്ട്സ് വന്നു. പിന്നെ കുറച്ച് പേരോട് കയറി കുറച്ച് ഉഴപ്പ് കയറി ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ സൗമ്യ മിസ്സും സൂപ്പറാണ്. പഠിപ്പിക്കും, നന്നായിട്ട് പഠിപ്പിക്കും, നല്ല നല്ല ക്ലാസ് എടുക്കും. ഞങ്ങളെങ്ങനെയാണ് കാര്യങ്ങൾ വീക്ഷിക്കുന്നതെന്ന് ഒരു കല്യാണം മുമ്പ് എന്ന സൗമ്യ മിസ് പിടിച്ച
പിടിച്ചെടുക്കും. എന്നിട്ട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും മിസ് സൂപ്പർ മിസ്. ഈ സ്കൂളിൽ നല്ല ലൈഫായിരുന്നു, നല്ല ഹാപ്പിനെസ്സും എല്ലാം ഉണ്ടായിരുന്നു. അതിനെല്ലാം തന്റെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ബുക്ക് തുറന്നു വെച്ച് പഠിക്കുമെങ്കിലും ആള് ചില്ലറക്കാരനല്ല. കലയിൽ വമ്പൻ കഴിവാണ്. പടം വര, ഓട്ടത്തുള്ളൽ, ആശയക്കുഴപ്പാട് എന്നിവയാണ് മെയിൻ ഹോബീസ്. ഓട്ടത്തുള്ളിൽ കുഞ്ചൻ നമ്പ്യാറിനെ പോലും തോൽപ്പിക്കുന്ന ഭാവങ്ങളാണ്. ലെറ്റ്സ് വെൽക്കം ഡെൽവിൻ ടു ദി സ്റ്റേജ്. പിന്നെ ഞാൻ പരിചയപ്പെട്ടത് കൊണ്ട് തന്നെ സ്കൂളിലേക്ക് വന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അവനാണ് ചേർക്കുന്നത്, അതായത് എൻ്റെ അനിയൻ ചേർന്നപ്പോൾ എനിക്കും ചേർന്ന് തോന്നി, ഞാൻ ചേർന്നു. ഇവിടെ വന്നപ്പോൾ സ്കൂൾ ചുറ്റും കാടും മലയും കുന്നും പുഴയും. അത് ഒരു രസം. ഞാൻ ചേർന്നു. പിന്നെ 7ന്റെ പതിനൊന്ന് പറഞ്ഞല്ലോ, 7ാം ക്ലാസ്സിലെ ആനുവൽ ഡേക്കാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ആനുവൽ ഡേ ഡാൻസ് കളിക്കുന്നത്. ഫെയ്ത്ത് കഴിഞ്ഞ 10ന്റെയും പിന്നെ ഹരി ഉണ്ടായിരുന്നു. ഇത്രയും പേരൊക്കെയായിരുന്നു കളിച്ചത്. ആദ്യമായിട്ടുള്ള ഗ്രൂപ്പ് ഡാൻസ്. അവസാനമൊന്നുമല്ല ഞാൻ കളിച്ചത്. അത് കഴിഞ്ഞിട്ട് 7ലേക്ക് കയറി. 7 കഴിഞ്ഞ് 8 ഞാൻ ആദ്യമായിട്ട് ഇലക്ഷനിൽ നിന്നും ഗ്രൂപ്പ് ലീഡറായി. ഒരു രസം. ആനുവലിന്റെ ആ കൊല്ലത്തെ ആനുവലിന്റെ കുഴപ്പമില്ല. നമ്മൾ കളിച്ച് ഡാൻസ് കളിച്ചായിരുന്നു. നിങ്ങൾ ഡാൻസ് കളിച്ചു. ഇലക്ഷന്റെ ഡ്രസ്സോ റിസൾട്ട് പൊട്ടിയില്ല, ജസ്റ്റ് തോറ്റുപോയി. അതുകൊണ്ട് ഗ്രൂപ്പ് ലീഡറായി. ആ കൊല്ലം ജയിച്ചു. ആർട്സിലേക്ക് ഫസ്റ്റ് കിട്ടി. ഒരു രസം. അതാണ് മെയിൻ. രസമാണ് നമ്മുടെ മെയിൻ. പിന്നെ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു ടീച്ചേഴ്സ് എല്ലാം രസമാണ്. ടീച്ചേഴ്സ് ഒരു രസം. ഫ്രണ്ട്സ് ഒന്നും എനിക്ക് അധികം ഇല്ലാത്ത സമയമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഈ സ്കൂളിൽ വന്ന ശേഷമാണ് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായത്. അതിലൊന്നും ആരും മിണ്ടാറില്ല. എന്തിനാണ്? ടൈം വേസ്റ്റ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൂടി ഞാൻ വലക്കായി. തീരുമാനമായി. ഞാൻ പഠിത്തത്തിൽ കുഴപ്പി തീർന്നു. ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ പോന്നു. പിന്നെ പഠിത്തം ഇപ്പൊ ഒരു രസം. അത്രയൊക്കെ ഉള്ളൂ. സൈലന്റ് ആണെങ്കിലും തുലിയാണ്. വേഴ്സിഫിക്കേഷനിൽ റോബർട്ട് ഫ്രോസ്റ്റിനെ പോലും തോൽപ്പിക്കുമെന്നാണ് കേട്ടത്. മാന്യയുടെ ഒരു വെറൈറ്റിക്ക് വേറൊരു റൗണ്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം അൽതാഫ് ടു ദി സ്റ്റേജ്. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഞാനിവിടെ വന്നിട്ട് 3 കൊല്ലമായി. 8ാം ക്ലാസ്സിലായിരുന്നു വന്നത്. അതുവരെ നല്ല മൊമെന്റ് ആയിരുന്നു. ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. പിന്നെ ഈ 10ാം ക്ലാസ്സിലായിരുന്നു ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു ഇയർ ഉണ്ടായിരുന്നു. എല്ലാവരും മിസ്സാണ്, എല്ലാവരും ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. നല്ലൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മിസ്, ക്ലാസ് മിസ് എല്ലാവരും ഒരുപോലെ പോയൊരു ക്ലാസ് ആയിരുന്നു 10th. ഏത് കുറ്റിക്കാട്ടിലും കിടന്നു മാത്സിൽ രാമാനുജനെ തോൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. വല്ലതും നടക്കുമോ എന്തോ. എന്തായാലും ലെറ്റ്സ് വെൽക്കം ഹെവൻ ടു ദി സ്റ്റേജ്. സോ ഞാൻ ഈ ഇയർ കൂടി കൂട്ടിയാൽ 6 വർഷം ഇവിടെ സ്പെൻഡ് ചെയ്തു. 6 വർഷം ശരിക്കും എൻജോയ് ചെയ്ത് തുടങ്ങിയത് 8ാം ക്ലാസ് ആയിരുന്നു. കാരണം കൊറോണ കൊണ്ട് 2 വർഷം പോയി ഭാഗ്യം. അതുകൊണ്ട് പഠിക്കേണ്ട ഉണ്ടായിരുന്നില്ല. 8ാം ക്ലാസ്സിൽ വന്നു. 8ാം ക്ലാസ്സിൽ വന്നപ്പോൾ അൽത്താഫ് ഉണ്ടായിരുന്നു, ഡെൽവിൻ ഉണ്ടായിരുന്നു, അർജുൻ ഉണ്ടായിരുന്നു, അലമിൻ ഉണ്ടായിരുന്നു, എന്നുണ്ടായിരുന്നു, ആദ്യ അലീമ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെല്ലാം അടിച്ചുപൊളിയായിരുന്നു. 9ാം ക്ലാസ് ആയപ്പോൾ ജോബി മിസ്സായി. പിന്നെ 9ാം ക്ലാസ്സിലെ ജോബി മിസ് പറഞ്ഞായിരുന്നു, സെറ്റായിരുന്നു. പിന്നെ ചിത്രാമിസ് വന്നു. ചിത്രാമിസിന്റെ ഹിസ്റ്ററി ക്ലാസ്സാണ് സെറ്റ് സാധനം. പറയാൻ വേണ്ട. ഐശ്വര്യസ് ആയിരുന്നു. ഐശ്വര്യസ് പഠിക്കില്ല, ഇല്ലാത്തത് ഐശ്വര്യസ് എടുത്ത് പറയുന്നില്ല. പിന്നെ സൗമ്യ മിസ് പിന്നെ പറയാൻ വേണ്ട. ഫിസിക്സ് സെറ്റാണ് മക്കൾ. നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി. ഫിസിക്സ് ബയോളജി സെറ്റാണ്, ഒന്നും പറയില്ല. ലൈറ്റ് റിഫ്ലാക്ഷൻ ഒക്കെ വെള്ളം പോലെ പറഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലായില്ല. പിന്നെ പ്രീരാമിസിന്റെ പാണ്ഡുവിന്റെ കഥ
ഞാൻ 10ാം ക്ലാസ് എത്തിയ പാണ്ഡൂര് കഥ കേട്ടിരിക്കണം. കഥയെന്നത് കിടുക്കഥയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പാണ്ഡൂര് കഥ സെറ്റാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ശരണ്യ മിസ് എന്നെ 4 വട്ടം കണക്ക് ഓർഗാനിസ് പഠിക്കാൻ നോക്കി. ഇതുവരെ പഠിച്ചിട്ടില്ല ഞാൻ. സോറി. പിന്നെയുള്ള മഞ്ജു മിസ് പറയ വേണ്ട. മഞ്ജു മിസ് പണ്ടേ എനിക്കറിയാം സെറ്റാണ്, വൈബാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഹരിസാറിന്റെ പറയണ്ടല്ലോ, നമ്മൾ സെറ്റാണ്. ഹരിസാറിനെ എനിക്ക് ആക്ച്വലി ബിസിനസ് മാനെ കൂട്ടാണ് ഹരിസാർ എനിക്ക് ഇപ്പോൾ ഉള്ളത്. എല്ലാം പറഞ്ഞു ഏതൊരു പരിപാടി ഉണ്ടെങ്കിലും അതിന് ക്യാമറയെ പിടിച്ച് ഇറങ്ങിക്കോളും. പഠനത്തെക്കാളധികം ഫുട്ബോളിനെ പ്രണയിച്ചവർ, കളിയെ കാര്യമായി എടുത്ത നമ്മുടെ സ്വന്തം അർജുനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പം 10 കൊല്ലമായി. 10 കൊല്ലമായി. ഒരു മഞ്ജു മിസ്സിനെ ഞാൻ 8ാം ക്ലാസ് വരെ എന്നെ നല്ലോണം അറിയാം മിസ്സിനെ. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 കൊല്ലം സെൻറ് ജോസഫിൽ പോയി. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഇവിടെ 5ാം ക്ലാസ് പൈസ തുടങ്ങുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. 5ാം ക്ലാസ് വരെ ഞാൻ നല്ല അലമ്പനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 8ാം ക്ലാസ്സിൽ വന്ന സമയത്ത് പിന്നെ കുറച്ച് ഡീസൻ്റായി. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും നമ്മൾ നല്ല ഫ്രണ്ട്സായി. പിന്നെ നമ്മുടെ ക്ലാസ് ടീച്ചർ ജോബിയ മിസ് എല്ലാത്തിനും നല്ല സപ്പോർട്ടായിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതുപോലെ ചിത്ര മിസ് അതുപോലെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ നല്ല സ്ട്രിക്റ്റ് ആണെങ്കിലും ബാക്കി എല്ലാത്തിനും എല്ലാ ടീച്ചറും ഫ്രണ്ട്ലി ആണ്. നമ്മുടെ സൗമ്യ മിസ് അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്ലി ആണ്. ചിത്ര മിസ്, പിന്നെ നമ്മുടെ ഷീബ മിസ്, നമ്മുടെ PT ടീച്ചർ, പിന്നെ നമ്മുടെ പ്രീത മിസ് പഠിപ്പിക്കുന്നതായിട്ട് നല്ല സ്ട്രിക്റ്റ് ആണെങ്കിലും നല്ല മലയാളത്തിൽ നല്ല പുരാണ കഥ മിസ് അടിപൊളിയായിട്ട് പറഞ്ഞു തരും. പിന്നെ ശിവ് സാർ വന്നിട്ട് അധികമായില്ല, അതുകൊണ്ട് ശിവ് സാറിനെ, പിന്നെ മിസ് നമ്മുടെ ഓഫീസ് സ്റ്റാഫ് മിസ്, പിന്നെ ജസീല മിസ്, ജസ്ന മിസ്, അന്നമ്മ മിസ്, നമ്മുടെ സീമ മിസ്, പിന്നെ നമ്മുടെ ആയാസ് എല്ലാവരും ഉണ്ട്. ഡ്രൈവേഴ്സ്, നമ്മുടെ ലൈസാർ പറയുമ്പോൾ എല്ലാ കാര്യത്തിനും വൈസാർ നമ്മൾക്ക് വേണ്ടി സപ്പോർട്ടായിരുന്നു. നമുക്കിത് നല്ല വേറെ തന്നെ 9 ക്ലാസ്സിലേക്ക് നന്ദി പറയുന്നു.